പ്രണയം ഒരു മനോഹരമായ വികാരം, ജീവിതത്തെ നിറങ്ങളാൽ നിറയ്ക്കുന്ന ഒരു അനുഭവം. പക്ഷേ അതേ പ്രണയം പകയായി മാറുമ്പോൾ, സംശയമായി മാറുമ്പോൾ അത് അവസാനിക്കുന്നത് ഒരു ബന്ധമല്ല, ഒരു ജീവനാണ്. ഇന്ന് നമ്മൾ നടക്കുന്ന ബാംഗ്ലൂരിൽ നടന്ന ഒരു യാഥാർത്ഥ്യ സംഭവത്തിലേക്ക് പോകാം. കിരൺ ഒരു സാധാരണ യുവാവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലി, സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു ജീവിതം. പ്രേരണ അവന്റെ സുഹൃത്ത്, അവന്റെ പ്രണയിനി. ഒരു വർഷത്തിലേറെ നീണ്ട ബന്ധം. പക്ഷേ അവിടെ നിന്നും തുടങ്ങിയത് ഒരു ചെറിയ മാറ്റം. സംശയം, അവഗണന, ഭയം. അവൻ എന്നെ വിട്ടുപോകുന്നു, മറ്റൊരു വിവാഹത്തിന് പോകുന്നു. ഇത് സത്യമാണോ അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ഭ്രമമോ? ചൊവ്വാഴ്ച പ്രേരണ കിരണിനെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു സർപ്രൈസ് ഉണ്ട്. അവൻ എത്തി. ഒരുപാട് വിശ്വാസത്തോടെ ചില നിമിഷങ്ങൾ സംസാരിച്ചു. അവൾ പറഞ്ഞു, ഒരു ഗെയിം കളിക്കാം. അവന്റെ കണ്ണുകൾ കെട്ടി ഒരു കസേരയിലിരുത്തി. അവിടെ പ്രണയം ഒരു അപകടത്തിലേക്ക് വഴിമാറുകയായിരുന്നു. കിരൺ എതിർത്തപ്പോൾ അവൾ പറഞ്ഞു, വിദേശ രാജ്യങ്ങളെ പോലെ ഒരു പ്രൊപ്പോസലാണ്, ഡോണ്ട് വറി. പക്ഷേ അതൊരു പ്രൊപ്പോസൽ അല്ലായിരുന്നു. അതൊരു പദ്ധതിപൂർവമായ ആക്രമണം. ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചു, തീ കൊളുത്തി. അയൽവാസികൾ ബഹളം കേട്ടെത്തുമ്പോഴേക്കും ഒരു ജീവൻ നിശബ്ദമായി അവസാനിച്ചിരുന്നു. ഒരു സംശയം, ഒരു തെറ്റായ ധാരണ, അതുകൊണ്ടൊരു മനുഷ്യൻ കൊലയാളിയായി മാറി. ഇതാണ് പ്രണയം അല്ല, ഇത് നിയന്ത്രണം നഷ്ടപ്പെട്ട മനസ്സിന്റെ പ്രതികരണം. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അവൻ എന്നെ ഇഗ്നോർ ചെയ്യുന്നു, അവൾ മാറിപ്പോയി. പക്ഷേ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം, ഈ ബന്ധം എന്നെ സമാധാനത്തിലാക്കുന്നുണ്ടോ? ഓർമ്മിക്കുക, വിവേകമില്ലാത്ത പ്രണയത്തെക്കാൾ നല്ലത് വിവേകത്തോടെയുള്ള വേർപിരിയലാണ്. പ്രണയം വിശ്വാസം കൊണ്ടാണ് നിലനിൽക്കുന്നത്, സംശയം അതിനെ നശിപ്പിക്കുന്നു. ഒരു ബന്ധം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്തരുത്, വിടുക, ജീവിതം രക്ഷിക്കുക. ഇതൊരു കഥ മാത്രമല്ല, ഒരു മുന്നറിയിപ്പാണ്. പ്രണയത്തിന്റെ പേരിൽ ഇനിയൊരു ജീവനെ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഒരാൾക്കെങ്കിലും ഇതൊരു കണ്ണുതുറപ്പാകാം.